മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താ മകനെ നിന്റെ സംശയം? ആ കുട്ടി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എൻ്റെ വാപ്പയ്ക്ക് എന്നോട് വല്ല കടമയുമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെട്ടു പോയി. കാരണം കുട്ടി ചോദിക്കുകയാ, വാപ്പയ്ക്ക് തന്റെ മക്കളോട് വല്ല കടമയുമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് നിന്റെ മാതാപിതാക്കളോട് കടമയുള്ളതുപോലെ നിന്റെ വാപ്പയ്ക്കും നിന്നോട് കടമയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പള്ളിയിൽ പോയാലും, വഅലിന്റെ മജ്ലിസിൽ പോയാലും, മദ്രസയിൽ പോയാലും, എവിടെ പോയാലും, വെള്ളിയാഴ്ച ജുമയ്ക്ക് പോയാലും മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ചാണ് എല്ലാവരും പ്രസംഗിക്കുക. എല്ലാവരും പ്രസംഗിക്കുന്നത് ഓർമ്മ വെച്ച കാലം മുതൽ ഞാനും നിങ്ങളും മക്കൾ മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ചാണ്. എല്ലാ സ്ഥലത്തും മുതുകുടിയനാണെങ്കിലും മക്കളുടെ വാപ്പ പള്ളിയിൽ നിന്ന് വന്നിട്ട് പറയും, കേട്ടോടാ ഉസ്താദ് പറഞ്ഞത് കേട്ടോ, ഉസ്താദ് പറഞ്ഞത് കേട്ടോ. ഉമ്മ ചോദിക്കും, കേട്ടോടാ അല്ലേ, മക്കളോട് ചോദിക്കും. എങ്കിൽ ഒരു വാപ്പയ്ക്ക്, മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് വാപ്പയ്ക്ക് തൻ്റെ മക്കളോട് 3 കടമയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ നിരന്നിരിക്കുന്ന വാപ്പമാരോടും ഉമ്മമാരോടും മക്കളെ കുറ്റം പറയുന്ന, മക്കൾ പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് പറയുന്ന, മക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്ന ഓരോ വാപ്പയും ഉമ്മയും ചിന്തിക്കേണ്ടത്, നീ നിന്റെ മക്കളോടുള്ള കടമ നീ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ? ആദ്യം അതല്ലേ വേണ്ടത്. ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോട് കടമയുണ്ടല്ലോ, ആ കടമ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ മജ്ലിസിലിരിക്കുന്ന വാപ്പമാര് ചിന്തിക്കണം, ഈ ഇരിക്കണ എൻ്റെ ഉമ്മമാര് ചിന്തിക്കണം. ഈ പറയുന്ന കടമകൾ നീ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കൾ നന്നാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇന്നത്തെ വയല് കുട്ടികളുടെ വയല, ഇന്ന് അവർക്കുള്ള വയല, അവർക്ക് വേണ്ടി ആരും പറയാറില്ലല്ലോ. അതുകൊണ്ട് ഇരിക്കണ വാപ്പമാരൊക്കെ നല്ലപോലെ ഇരുന്നു അറ്റാക്കൊന്നും വരാതെ നോക്കിക്കോണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് വയലായിരിക്കും, വീട്ടിൽ പോകുമ്പോൾ അറിയാം. ഇന്ന് പെണ്ണുമ്പിള്ളമാരെല്ലാത്തിനെയും മുൾമുനയിൽ നിർത്തും, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാ, ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, മോനെ, ഒരു വാപ്പയ്ക്ക് തൻ്റെ മകനോടുള്ള ഒന്നാമത്തെ കടമ എന്താ? ഒന്നാമത്തെ കടമ എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, ഒരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ അവന് നല്ല ഒരു ഉമ്മാനെ കൊടുക്കലാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരു വാപ്പയുടെ കടമയാണ്, ഒരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ അവന് നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ ഉമ്മ ആരാ? ആ കുട്ടി പറഞ്ഞ മറുപടി, മുസ്ലിം പോലും അല്ല എൻ്റെ ഉമ്മ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ നിരന്നിരിക്കണ ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്ക്, നിന്റെ ആമിനായെ കുറിച്ച് നീ ഒന്ന് ആലോചിക്ക്. നീ മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യയെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ പെണ്ണിന്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. നമ്മളെല്ലാവരും മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഉസ്താദ് ചേനയെക്കുറിച്ചും ചേമ്പിനെ കുറിച്ചൊക്കെ പറയുണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ കർഷകന്മാരുണ്ടെന്ന്. ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഈ ക്യാമറ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വാഴ വെച്ചു. ആ വാഴ വളർന്നു, കുലച്ചു. കുല വന്നപ്പോൾ നല്ല കുലയല്ല. നോക്കുമ്പോൾ കൊല ഇങ്ങനെ ശോഷിച്ച് എന്തോ ഒരു അസുഖം പിടിച്ചതുപോലെ ഇരിക്കണം. ആ സമയത്ത് ആലുവ മാർക്കറ്റിൽ പോയിട്ട് ഏറ്റവും വില കൂടിയ വളം കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന വാഴയുടെ ചുവട്ടിലിട്ടു. രാവും പകലും വെള്ളമൊഴിച്ചു, വളവും ഇട്ടു, വെള്ളമൊഴിച്ചു. എന്നാൽ ആ വാഴക്കൊല നേരെയാവോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഇവിടെ ഒരു വാഴ കൊലച്ചതിന് ശേഷം ആ വാഴയുടെ ചുവട്ടിൽ വളവും അതുപോലെ വന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വലിയ കൊല വേണമെന്ന് പറഞ്ഞാൽ കിട്ടുവോ? എന്താ കിട്ടുക? അപ്പൊ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? വളം കൊടുക്കണം. നിങ്ങൾ എന്താ പറയണേ? എടോ, ആദ്യം ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഇവിടെ വാഴ വെച്ച കിളിക്കോ നോക്കണം. ഈ മണ്ണ്
കൃഷിക്ക് പറ്റിയ മണ്ണാണോ എന്ന് നോക്കണം. അതാ കർഷകൻ. യഥാർത്ഥ കർഷകൻ അങ്ങനെ കണ്ടിടത്തൊന്നും കൊണ്ട് വാഴ നടുവില്ല, കപ്പ നടുവോ ഇല്ല. ഇവിടെ ഇത് നട്ടാൽ കിളിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കും. ഞാൻ വാഴ വെക്കുന്ന കാര്യം പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, നല്ല ഒരു ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. നിസാഉക്കും ഹർസുല്ലക്കും വഅതു ഹർസക്കും. നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാ. അല്ലാഹ് പറഞ്ഞതാ, ഭർത്താവേ, നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാ. ആ കൃഷിയിടത്തിൽ നീ വിത്തിട്, നല്ല വിളവ് കിട്ടും. അപ്പോൾ ആദ്യം ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെണ്ണ് കെട്ടാൻ നേരത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, സമ്പത്തോ സൗന്ദര്യമോ കുടുംബ മഹിമയോ അല്ല, ഫളുഫറു ബിദാത്തി ദീൻ. ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറഞ്ഞതുകൊണ്ടാണ്. എടാ, പണത്തിനേക്കാൾ സൗന്ദര്യത്തിനേക്കാൾ കുടുംബ മഹിമയേക്കാൾ നീ മഹത്വം കൊടുക്കേണ്ടത്, സ്ഥാനം കൊടുക്കേണ്ടത് ദീനുണ്ടോ എന്ന് നോക്ക്. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അല്ലാതെ വെറുതെ കിട്ടിയാ പോരാ, എവിടെന്നെങ്കിലും കാണുന്നതിനെ വിളിച്ചുകൊണ്ട് വന്നാ പോരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, നല്ല ഉമ്മമാരുടെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആണിനും പെണ്ണിനും അല്ലാഹു നല്ല മക്കളെ കൊടുത്ത ചരിത്രമറിയുമല്ലോ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങള്. പടച്ചവനെ, സ്വഹാബത്തിന്റെ കഥയാകട്ടെ, താബീങ്ങളുടെ കഥയാകട്ടെ, തബഉ താബീങ്ങളുടെ കഥയാകട്ടെ, ഇമാമുമാരാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, സയ്യിദന്മാരാകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, ഈ നാട്ടുകാരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന, കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നവന്റെ ഉമ്മയെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ആ മനുഷ്യന്റെ പിതാവിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അല്ലാഹുവേ, പടച്ചവനെ, അവിടെന്ന് പറയുകയാണ്, നല്ല ഉമ്മമാരുടെ വയറ്റിൽ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആണിനും പെണ്ണിനുമേ അല്ലാഹു നല്ല മക്കളെ കൊടുക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഒരു നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കൾ പിറക്കാറുള്ളൂ. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. 1400 വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചരിത്രങ്ങൾ വായിക്കുന്നവരാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്, ഹറാം കഴിക്കാറില്ല, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാറില്ല. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്, പാവപ്പെട്ടവനാണ്. ഏതെങ്കിലും ഒരു ഭക്ഷണം ഹലാലാണോ എന്നുറപ്പില്ലാതെ കഴിക്കാറില്ല. സാബിത്ത് ബിൻ ഇബ്രാഹിം, പടച്ചവനെ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വല്ലാത്ത പട്ടിണിയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. സാബിത്ത് ബിൻ ഇബ്രാഹിം രാവിലെ തന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് തന്നിരുന്നെങ്കിലോ. രാവിലെ മുതൽ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അവസാനം ഒരാളും അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാതെ വന്നപ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ്. ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു വരികയാണ്. ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു വരികയാണ്. അവസാനം സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പുഴയുടെ ചാരത്ത് വന്നിട്ട് തളർന്നങ്ങ് താഴെ വീഴുകയാ. കടിക്കാൻ ഭക്ഷണമില്ലാതെ പടച്ചവനെ ശരീരം തളർന്നു പോയിട്ട് സാബിത്ത് ബിൻ ഇബ്രാഹിം ആ പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുകയാണ്. ബോധം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പടച്ചവനെ, ഇങ്ങനെ തളർന്നു കിടക്കുന്ന സമയത്താണ് വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരുന്നത് സാബിത്ത് കാണുകയാ. ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുകയാണ്. പടച്ചറബേ, വിശപ്പിന്റെ കാഠിന്യത്താൽ ഒന്നും ചിന്തിച്ചില്ല. ആ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിൾ എടുത്തിട്ട് സാബിത്ത് കഴിക്കുകയാണ്. ആർത്തിയോടെ കഴിക്കുകയാണ്. ഒരൽപ്പം ഭക്ഷണം അകത്തേക്ക് ചെന്നു. ആപ്പിളിന്റെ പകുതി എവിടെ നിന്ന് കഴിച്ചു, ആമാശയത്തിലേക്ക് ചെന്നു. അപ്പോഴാണ് സാബിത്ത് ചിന്തിക്കുന്നത്, അല്ലാ, ഇതാരുടേതാണെന്ന് എനിക്ക്
നദിക്കരയില്ലല്ലോ, ഹറാമ് തിന്നല്ലോ, നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. പടച്ചവനെ ഖസ്റദ് ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും എന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ. സാബിത്ത് നിലവിളിക്കുകയാണ്, തലയിലൂടെ മണ്ണ് വാരിയിട്ട് കരയുകയാണ്. എല്ലാവരും വിചാരിച്ചു സാബിത്തിന് ഭ്രാന്ത് പിടിച്ചെന്ന്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിൽ ഇങ്ങനെ അര ആപ്പിൾ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. ആ പുഴയുടെ എതിരെ ഓടുകയാണ്. എന്തിനാണ് ഓടിയതെന്നറിയുവോ? ഇതെവിടെ നിന്നാണ് വീണതെന്ന് കണ്ടുപിടിക്കാൻ ആ പുഴയുടെ ചാരത്തുകൂടെ പടച്ചവനെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുകയാണ്. അവസാനം ചെല്ലുമ്പോ അതാ ഒരു ആപ്പിൾ തോട്ടം കാണുകയാണ്. ഈ പുഴയിലേക്ക് വീഴാൻ സാധ്യതയുള്ള ഒരു തോട്ടം കാണുകയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ തോട്ടത്തിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. ആ കാണുന്ന മനുഷ്യന്റെ കാൽക്കലേക്ക് വീഴുകയാണ്. ആ മനുഷ്യനെ കണ്ടതും സാബിത്ത് നിലവിളിക്കുകയാ, കരച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് പൊരുത്തം തരണം, അറിയാതെ തിന്നുപോയതാണ്, അറിയാതെ കടിച്ചു പോയതാണ്, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിലവിളിക്കുമ്പോ ആ തോട്ടത്തിൽ കണ്ട മനുഷ്യൻ പറയുന്നു, സാബിത്തേ, ഞാൻ പൊരുത്തം തരാൻ ഇതിന്റെ മുതലാളിയല്ല, ഈ തോട്ടത്തിന്റെ മുതലാളി ഞാനല്ല, ഞാൻ ഇവിടത്തെ തൊഴിലാളിയാണ്. എന്റെ മുതലാളിയുടെ വീട് എവിടെയെന്നറിയോ? 3 ദിവസം രാവും പകലും സഞ്ചരിക്കുന്ന ദൂരമുണ്ട്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 3 വർഷം 3 മാസമല്ല, 3 ദിവസമല്ല, ഇതിന്റെ പൊരുത്തം ചോദിക്കാം 300 കൊല്ലം നടക്കണമെങ്കിലും ഞാൻ പോകാൻ തയ്യാറാ. കാരണം എനിക്കിതിന്റെ പൊരുത്തമാണ് വേണ്ടത്. എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണമല്ലോ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമല്ലോ. ആ കാണുന്ന തോട്ടത്തിലെ തൊഴിലാളി പറഞ്ഞു കൊടുത്ത അടയാളം വെച്ചുകൊണ്ട് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 3 ദിവസം രാവും പകലും സഞ്ചരിക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? തന്റെ കയ്യിലിരിക്കുന്ന ആപ്പിളിന്റെ പകുതി കഴിച്ചതിന്റെ പൊരുത്തം ചോദിക്കാറ്. സാബിത്ത് ബിൻ ഇബ്രാഹിം അവസാനം പറഞ്ഞ അടയാളം വെച്ചുകൊണ്ട് ആ മനുഷ്യന്റെ വീടിന്റെ മുറ്റത്ത് ചെന്നോ. പ്രായം ചെന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. സാബിത്ത് നിലവിളിക്കുകയാണ്, സാബിത്ത് കരയുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് പൊരുത്തം തരണേ. ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ, ഇവിടെ വരെ പൊരുത്തം ചോദിക്കാൻ ഈ ചെറുപ്പക്കാരൻ വരണമെങ്കിൽ ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവൻ സാധാരണ ഒരാളല്ല. എങ്കിൽ പടച്ചവന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇവനൊരു സാധാരണ ചെറുപ്പക്കാരനല്ല. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്, ആ മകളെ വിവാഹം കഴിച്ചാ ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തരാ. എന്റെ മകൾക്ക് കണ്ണ് കാണൂല, ചെവി കേൾക്കൂല, കാലിന് സ്വാധീനമില്ല. സാബിത്ത് പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, കാരണം എനിക്കിതിന്റെ പൊരുത്തം മതി. അവസാനം അവിടുന്ന് വിവാഹം കഴിഞ്ഞു, അവിടുന്ന് വിവാഹം കഴിഞ്ഞു. അവസാനം സാബിത്ത് മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുന്ദരിയായ ഒരു പെണ്ണിരിക്കുകയാണ്. മണിയറയ്ക്കകത്ത് മനോഹരമായ പടച്ചവനെ ഒരുങ്ങിയിരിക്കുന്ന ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോ സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞു, സാബിത്തേ, ഞാൻ തന്നെയാ നിന്റെ ഭാര്യ, ഞാൻ തന്നെയാ നിന്റെ ഭാര്യ. പടച്ചവനെ, എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, എനിക്ക് ചെവിക്ക് കേൾവിയുണ്ട്, എൻ്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എൻ്റെ വാപ്പ പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? സാബിത്ത് ബിൻ ഇബ്രാഹിം കല്യാണം കഴിഞ്ഞു മണിയറയ്ക്കകത്ത് കടന്നു ചെന്നപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണ് മണിയറയ്ക്കകത്തിരിക്കുകയാ. സാബിത്ത് ചോദിച്ചു, കണ്ണിന് കാഴ്ചയില്ലാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എൻ്റെ ഭാര്യ എവിടെ? ആ കുട്ടി പറഞ്ഞു, എല്ലാം എനിക്ക്, ഞാൻ നിങ്ങളുടെ ഭാര്യ തന്നെയാ. എൻ്റെ വാപ്പ എൻ്റെ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അല്ല കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു കേൾക്കരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. അള്ളാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കും ഞാൻ എൻ്റെ കാലുകൊണ്ട് നടന്നിട്ടില്ല.
കാരണം അവൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണായിരുന്നു. അവൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച പെണ്ണായിരുന്നു. വാപ്പയാരാ? സാബിത്ത് ബിൻ ഇബ്രാഹിം ആരാ? പടച്ചവനെ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിള് വിശന്ന് തളർന്നു കിടന്നപ്പം ആ ബുദ്ധിയില്ലാത്ത സമയത്തെടുത്ത് കഴിച്ചതിൻ്റെ പൊരുത്തം ചോദിക്കാൻ പോയവൻ. ഈ ഭാര്യയും ഭർത്താവും കൂടെ കല്യാണം കഴിഞ്ഞു കുടുംബജീവിതം നടത്തി. ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലതുപോലെ കുടുംബജീവിതം നടത്തി. ഇവർ കൃഷി ഇറക്കി, വിത്ത് വെച്ചു, അള്ളാഹു വിളവ് കൊടുത്തു. ആരാ അവർക്ക് ജനിച്ച മകനെന്നറിയോ? ഈ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഈ മനുഷ്യനും ഈ പെണ്ണിനും ആ പെണ്ണിന്റെ വയറ്റിൽ പിറന്ന കുട്ടിയുടെ പേരെന്തെന്നറിയോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. ഇമാമുന അബൂ ഹനീഫ തങ്ങൾ ആ ഉമ്മയുടെ മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ഉമ്മാടെ വയറ്റിൽ അബൂ ഹനീഫ തങ്ങൾ ജനിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ, ഒരുപാടുണ്ട് പറയാൻ. പെണ്ണുങ്ങളൊക്കെ പഠിക്കണം. മുബാറക്ക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു മക്കത്ത്. മുബാറക്ക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാ മുബാറക്ക്. യജമാനം വലിയ കോടീശ്വരനാ. തൻ്റെ മകളെ വിവാഹം ആലോചിക്കാൻ വേണ്ടി ഒരു ആൾക്കാർ വന്നു. മുബാറക്കിന്റെ മുതലാളിയുടെ മകളെ പെണ്ണ് കാണാൻ വേണ്ടി ആള് വന്നു. മുബാറക്കിനെ വിളിച്ചിട്ട് യജമാനം പറഞ്ഞു, മുബാറക്കെ, വീട്ടിൽ വിരുന്നുകാർ വന്നിട്ടുണ്ട്, മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് ഒരു കുലം മുന്തിരി പറിച്ചു കൊണ്ടുവരണം. മുബാറക്ക് നേരെ മുന്തിരിത്തോട്ടത്തിൽ പോയി ഒരു കുലം മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ ഒരെണ്ണം എടുത്ത് കഴിച്ചപ്പോൾ വല്ലാത്ത പുളിപ്പ്. യജമാനൻ പറഞ്ഞു, പോയി മധുരമുള്ളത് കൊണ്ടുപാടാ, പോയി മധുരമുള്ളത് കൊണ്ടുപാടാ. മുബാറക്ക് രണ്ടാമതും മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് വീണ്ടും ഒരു കുലം മുന്തിരി കൊണ്ടുവന്നു. യജമാനന്റെ മുന്നിൽ കൊടുത്തു. യജമാനൻ ഒരെണ്ണം എടുത്ത് കഴിച്ചപ്പോൾ വല്ലാത്ത കയ്പ്. യജമാനന്റെ മുഖം ചുമത്തു. മുഖം അവിടെ നിന്ന് ചുമക്കാൻ തുടങ്ങി. ശബ്ദം ഗാംഭീര്യം കൂടി. ദേഷ്യം വരാൻ തുടങ്ങിയടാ, വിരുന്നുകാർക്ക് കൊടുക്കാനാ, പോയി മധുരമുള്ളത് പറിച്ചു കൊണ്ടുപാടാ. മുബാറക്ക് എന്ന് പറയുന്ന അടിമ മൂന്നാമതും പോയി ഒരു കുലം മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനൻ്റെ മുന്നിൽ വെച്ചു കൊടുത്തു. യജമാനനെടുത്ത് കഴിച്ചപ്പോൾ അതിന് വല്ലാത്ത കയ്പും വല്ലാത്ത പുളിപ്പും. യജമാനൻ പറഞ്ഞു, നീ എന്നെ കളിയാക്കുന്നോടാ, നീ എന്നെ കളിയാക്കുന്നോടാ എന്ന് പറഞ്ഞിട്ട് മുബാറക്കിന്റെ മുഖത്തടിച്ചു. മുബാറക്കിനെ തല്ലാൻ തുടങ്ങി. മുബാറക്കിനോട് യജമാനൻ ചോദിച്ചു, 10 കൊല്ലമായില്ലേടാ ഈ മുന്തിരിത്തോട്ടത്തിൽ നീ ജോലി ചെയ്യുന്നു, മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ നിനക്കറിയില്ലേടാ എന്ന് പറഞ്ഞ് തല്ലുമ്പോൾ മുബാറക്ക് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മുബാറക്ക് പറഞ്ഞ മറുപടി, 10 വർഷമായിട്ട് നീ ഇവിടെ ജോലി ചെയ്തിട്ട് മധുരം ഉള്ളതും ഇല്ലാത്തതും ഏതാന്ന് അറിയില്ലേടാ എന്ന് പറഞ്ഞ് തല്ലുമ്പോൾ മുബാറക്ക് പറഞ്ഞു, എനിക്കറിയില്ല. 10 കൊല്ലം ഈ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ ജോലി ചെയ്തിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും ഞാനെടുത്ത് തിന്നിട്ടില്ല. കാരണം എനിക്ക് അനുവാദമില്ലല്ലോ, ഞാനിവിടുത്തെ ജോലിക്കാരനല്ലേ. ഈ മുന്തിരിത്തോട്ടം നോക്കലായി എൻ്റെ ജോലി. എന്നോട് തിന്നാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ താഴെ വീണ ഒരെണ്ണം പോലും എടുത്ത് തിന്നിട്ടില്ല. തിന്നാലല്ലേ എനിക്ക് മധുരമുള്ളതും ഇല്ലാത്തതും ഏതാണെന്നറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചോനെ, അതാ അമാനത്വം. ചിന്തിച്ചു വയ്ക്കുക. നമ്മൾ പള്ളിയുടെ ഏറ്റവും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മുടെ പള്ളിയുടെ ബാത്റൂമിൻ്റെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക. എന്തിനാ? അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. എടാ, ഈ പള്ളിയുടെ അള്ളാൻ്റെ പള്ളിയുടെ മൂത്രപ്പുരയുടെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പ് എന്തിനാ പ്രസിഡന്റ് വെട്ടണേ? നിങ്ങൾ പറ, എന്തിനാ? നിങ്ങളെന്താ എന്നെ നോക്കണേ? എടാ, മൂത്രപ്പുരയുടെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ മൂക്ക് വെട്ടണേ എന്തിനാ? അവനവൻ്റെ ചെരുപ്പ് അവനവനെ കണ്ടാൽ അറിയില്ലേ? ഈ പള്ളിയുടെ മുന്നിൽ കിടക്കണ മൂത്രപ്പുരയുടെ മുന്നിൽ കിടക്കണ ചെരുപ്പ് അത് പള്ളിയുടെ എന്നറിയാത്ത ഏതെങ്കിലും ഒരു പൊട്ടനുണ്ടോ? ഇല്ല. എന്നിട്ടും അതിൻ്റെ മൂക്ക് പടച്ചവനെ, കക്കൂസിലെ ബാത്റൂമിൽ വെച്ചിരിക്കണ കപ്പ് പോലും ചങ്ങല കെട്ടിയിട്ടില്ല, കയറിലൊക്കെ കെട്ടിയിട്ടിരിക്കുക. ഇത് നമ്മുടെ അവസ്ഥ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച പള്ളി വരും. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഹജ്ജ് ഉംറയും ചെയ്തിട്ട് കാലിന് പരിവുള്ളവറിന് ഇട്ടുണ്ടങ്ങ് പോവാ നിസ്കാരം കഴിഞ്ഞ ഉടനെ. വെള്ളിയാഴ്ച പള്ളി വരുന്നവന് ഹജ്ജ് ഉംറയുടെ അല്ലേ വലിയ പ്രതിഫലല്ലേ? ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലവാ. 200 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലവാ വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പള്ളി വരുന്നവൻ. അവൻ ഹജ്ജ് ഉംറയും ചെയ്തിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ബിസ്മില്ലാന്ന് ബർക്കത്തായിട്ട് ഒന്നാമത്തത് കാലി കയറണ നല്ല ഒരു ചെരുപ്പ്. അവിടെ നിന്ന് ജുമാ കഴിഞ്ഞിട്ട് പാവങ്ങൾ തിരയുക, എൻ്റെ ചെരുപ്പ് കാണുന്നില്ല, എൻ്റെ ചെരുപ്പ് കാണുന്നില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ഇതാ നമ്മുടെ അവസ്ഥ. മുതലാളി യതീംഖാനയിലാക്കുന്ന എത്രയോ പേരില്ലേ? 10 വർഷക്കാലം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ആ മുന്തിരിത്തോട്ടത്തിൽ താഴെ വീണ ഒരു മുന്തിരി പോലും എടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യനാരാ? മുബാറക്കിനെ അടിച്ചതിൻ്റെ പേരിൽ യജമാനൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി, കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. തൻ്റെ മകളെ വിവാഹം ആലോചിച്ച് വന്നവരല്ലേ. മുബാറക്കൊന്നും മിണ്ടിയില്ല. തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സുന്ദരിയായ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, വാപ്പ നിനക്കൊരു പുതിയാപ്പളയെ കണ്ടെത്തി. മകള് ചോദിച്ചു, ആരാ വാപ്പ? നമ്മുടെ ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യണ ആ മുബാറക്കില്ലേ, അവനെയാ. ആ കുട്ടി ചോദിച്ചു, എന്തേ വാപ്പ ആ അടിമയെ തെരഞ്ഞെടുത്തത്? എന്തേ വാപ്പ വേറെ ആരെയും കിട്ടിയില്ല, ഈ അടിമയെ തെരഞ്ഞെടുത്തത്? വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇവനെക്കാളും ഒരു നല്ല ഒരുത്തനെ ഇനി മരിക്കണ കാലം വരെ എനിക്ക് കണ്ടെത്താൻ പറ്റൂല. ഇനി മരിക്കണ കാലം വരെ ഞാൻ തെരഞ്ഞാലും ഇവനെക്കാളും അള്ളാനെ പേടിയുള്ളൊരു ഭർത്താവിനെ നിനക്ക് തരാനെ കൊണ്ട് പറ്റൂല. ആ കുട്ടി പറഞ്ഞു, ഉപ്പായിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ കുട്ടി പറഞ്ഞത് കണ്ടില്ല, പണ്ടത്തെ കുട്ടികള് വാപ്പയുടെ പറയാ, വാപ്പായ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടം. ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കണവള്, +1 പഠിക്കണവള് വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും, ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, കെട്ടിച്ചേരണം. നിങ്ങൾ കഷ്ടപ്പെടണ്ട, ഞാൻ ഒരുത്തനെ ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെ ഒക്കെ ചാറ്റി ഇങ്ങനെ കറക്കി ഒരുത്തനെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് അവനെ കെട്ടിച്ചു തരണം. വാപ്പ ചോദിക്കും, മോളെ, അവൻ നമ്മുടെ ജാതി പോലുമല്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ കള്ളുപിടിയനാ, അതൊന്നും കുഴപ്പമില്ല. അവൻ പെണ്ണുപിടിയനാ, കഞ്ചാവടിക്കുന്നവനാ, പള്ളിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് അവനെ കെട്ടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ ഒളിച്ചോടും. കോടതി ചെല്ലുമ്പോൾ ജഡ്ജി സാറ് ചോദിക്കും, ആരെ വേണം, തന്തയും തള്ളയും വേണോ, ഇവനെ വേണോ? ഞാൻ പറയാം അവനെ വേണമെന്ന്. നാറും. അതുകൊണ്ട് കെട്ടിച്ചതാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടം നമ്മൾ ചിന്തിക്കേണ്ടത്. ആ കുട്ടി പറഞ്ഞു, ഉപ്പായ്ക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതം. കല്യാണം കഴിച്ചു കൊടുത്തു താത്ത, കല്യാണം കഴിച്ചു കൊടുത്ത്. ഈ മുബാറക്ക് എന്ന് പറയുന്ന അടിമയ്ക്കാണ് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. പക്ഷെ ആ മുബാറക്കിൻ്റെ മകൻ ആരെന്നറിയോ? ആ മുബാറക്ക് എന്ന് പറയുന്ന അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ മകൻ ആരെന്നറിയോ? മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക് റളിയല്ലാഹു തആല അൻഹു. ലോകമറിയുന്ന പണ്ഡിതൻ. ഇങ്ങനെ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. അതുകൊണ്ട് ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറഞ്ഞത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും, തൻ്റെ അടിമകളെ കുറിച്ച്, തൻ്റെ അനുയായികളെ കുറിച്ച് അറിയാൻ. ഭരണാധികാരിയാ. ഉമർ തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വീടിൻ്റെ അകത്ത് ഒരു ഉമ്മയും മകളും കൂടെ രാത്രി വഴക്കു കൂടുന്നു. ഉമർ തങ്ങൾ ഇങ്ങനെ പോയിട്ട് നോക്കി, എന്താ ഇപ്പൊ പ്രശ്നം എന്താ? അപ്പൊ ഉമ്മ മകളോട് പറയുന്നു, മോളെ, പാലിൽ വെള്ളം കലർത്ത്, മോളെ, പാലിൻ്റെ അകത്ത് വെള്ളം കലർത്ത്. അപ്പൊ ആ കുട്ടി പറയണ, ഉമറാണ് രാജ്യം ഭരിക്കണേ, ഉമർ രാജ്യം ഭരിക്കുക, പിടിച്ചാ പ്രശ്നമാ. അപ്പൊ ഉമ്മ മകളോട് ചോദിക്കണം, ഉമർ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാ? ഉമർ കാണുന്നില്ലല്ലോ ഇതൊക്കെ. ഉമ്മ തൻ്റെ മകളോട് പറയുന്നു, നമ്മൾ പാലിൽ വെള്ളം കലർത്തുന്നത് ഉമർ കാണുന്നില്ലല്ലോ, ഉമർ വീട്ടിൽ കിടക്കല്ലേ. അപ്പൊ ആ കുട്ടി ചോദിക്കുന്നു, ഉമർ കണ്ടില്ലെങ്കിലും അല്ല കാണില്ലേ ഉമർ കിടന്നുറങ്ങട്ടെ, പക്ഷെ അല്ല കാണുന്നില്ലേ? ദാ ഈമാനുള്ള കുട്ടി ഉമർ തങ്ങൾ ആ വീട് അടയാളം വെച്ചു, തൻ്റെ വീട്ടിൽ പോയി. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെ പറഞ്ഞു വിട്ടു ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ. ആ വീട്ടിൽ പോയി അന്വേഷിക്കുമ്പോ ആ കുട്ടി യതീമ. അവർക്കൊരു ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിൻ്റെ പാല് കറന്ന് കൊടുത്തിട്ട് ആ കുടുംബം ജീവിക്കുന്നത്. പക്ഷെ ഒട്ടകത്തിൻ്റെ പാല് കുറഞ്ഞത് കാരണം പട്ടിണിയാ. എത്രയോ ദിവസങ്ങളായിട്ട് പട്ടിണിയാ. അതുകൊണ്ടാ ഉമ്മ പാലി വെള്ളം കലർത്താൻ പറഞ്ഞേ. അതുകൊണ്ട് ഒരുപാട് ദിനങ്ങളായിട്ട് പട്ടിണിയായത് കാരണം ഉമ്മ പറഞ്ഞു, മോളെ, പാലിൽ ഇത്തിരി വെള്ളം കലർത്ത്. ഞാൻ കലർത്തൂല്ല ഉമ്മ. ഉമർ തങ്ങളുടെയൊക്കെ വന്ന് പറഞ്ഞു കൊടുത്തു. അന്വേഷിച്ചിട്ട് ഉമർ തങ്ങൾ നേരെ വീട്ടിൽ പോയി 2 മക്കളെ വിളിച്ചു. ഇസ്ലാമിൻ്റെ 2ാമത്തെ ഭരണാധികാരിയ. തൻ്റെ വീട്ടിൽ പോയിട്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, വാപ്പ ഒരു പെണ്ണിനെ കണ്ടു, എനിക്ക് കെട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ കെട്ടിയേനെ. എനിക്ക് പെണ്ണ് കെട്ടാൻ പാപ്പ പറയാ, ഉമർ തങ്ങൾ പറയാ, എനിക്ക് ആ പെണ്ണിനോടുള്ള, ഞാനൊരു വിവാഹം കഴിച്ച് ആ പെണ്ണിനോടുള്ള ബാധ്യതകൾ പാലിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ കെട്ടിയേനെ. പക്ഷെ എനിക്കതിന് പറ്റൂല. അതുകൊണ്ടൊരു യതീമായ ഒരു കുട്ടിയുണ്ട്, ആരാ കെട്ടാൻ തയ്യാറ്? മകൻ പറഞ്ഞു, ഞാൻ കെട്ടാൻ വാപ്പ. ഒരു യതീമായ, കാരണം ദീനെ നോക്കിയുള്ളൂ, വേറൊന്നും നോക്കിയില്ല. കെട്ടാൻ സമ്മതിച്ചു, കല്യാണം കഴിച്ചു.
അവരുടെ കുടുംബത്തിൽ ആര് വന്നത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നേരം വെളുക്കണവരെ പറയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഖുർആൻ പറഞ്ഞതെന്താ? നല്ല ഉമ്മയാകുക, നല്ല ഉമ്മയാകുക. അതുകൊണ്ടാ ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറഞ്ഞ. എല്ലാം പണം നോക്കി നടക്കാം. എല്ലാവർക്കും പണമാ വേണ്ടത്. സൗന്ദര്യമുള്ളതിനെ മാത്രമേ കെട്ടത്തുള്ളൂ. ഓ പടച്ചോനെ, സൗന്ദര്യമുള്ളത്. ഈ പറയുന്നവൻ എന്ത് സൗന്ദര്യവാടാ? സൗന്ദര്യം ഉള്ളതിനെ കെട്ടാൻ ആണ് നടക്കുന്നുണ്ട്, പെണ്ണ് നടക്കുന്നുണ്ട്. പണം വേണം. ഏത് ദീനുള്ള പെണ്ണാണെങ്കിലും കൊച്ചിനെ കൊള്ളാൻ കുഴപ്പമില്ല, നല്ല കുടുംബം, അൽഹംദുലില്ലാ, ദീനൊക്കെ ഉണ്ട്. പക്ഷെ പൈസ ഇല്ല, വേണ്ട. ഞാൻ ഈ ഇരിക്കണ ചെറുപ്പക്കാരോട് പറയും, പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. ഒന്നെന്ന് പഠിച്ചോ. ഒരു കാലത്തും ആരൊക്കെ പറഞ്ഞാലും ദീനില്ലാത്ത വീട്ടിൽ പണമുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും പെണ്ണ് കെട്ടരുത്. ആരെങ്കിലും പെണ്ണിന്റെ പണം കണ്ടുകൊണ്ട് വിവാഹം കഴിച്ചാൽ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ തസവ്വജ ലിഇംറഅതി മാലിഹാ, ഏതെങ്കിലും ഒരുത്തന് പെണ്ണിന്റെ പണം കണ്ടുകൊണ്ട് പെണ്ണ് കെട്ടിയ നിന്നെ അള്ളാഹ് നട റോഡിലെത്തിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണം നോക്കി നടക്കുന്നവന്മാരൊക്കെ അങ്ങനെ തന്നെ. പണത്തിലൊന്നൊരു കാര്യമില്ലടോ, അത് വരും പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, സൗന്ദര്യം. നിറം പോരാ, നിറം പോരാ. പടച്ച റബ്ബേ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണിന്റെ വാപ്പ വിളിക്കും, ആ മക്കളെ കയറിയിരിക്ക്, എല്ലാം ചായയും കാപ്പിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് പെണ്ണ് കാണല. പെണ്ണിങ്ങനെ വരും, കയ്യിൽ ചായ അല്ലെങ്കിൽ വെള്ളവും പിടിച്ചുകൊണ്ട് പെണ്ണിങ്ങനെ വരും പുതിയാപ്പിളയ്ക്ക് കൊടുക്കാൻ. പെണ്ണ് കാണാൻ വരുന്നവനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോ ഇവ ഇങ്ങനൊരു നോട്ടം നോക്കും. എന്നിട്ട് ഇവ അടുത്തിരിക്കുന്നവനോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടളിയാന്ന്. 2 മലക്കുകളെ കൊണ്ടുപോയിട്ടില്ലേ? ഇവന്റെ മുന്നിലേക്ക് ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് കടന്നു വരുമ്പോ ഇവ അടുത്തിരിക്കുന്നവനോട് ചോദിക്കുക, എങ്ങനെയുണ്ടെന്ന്. അവൻ MRI സ്കാനിങ് പോലെ തല മുതൽ താഴെ ഒരു നോട്ടമുണ്ട്, ഒരൊറ്റ സ്കാനിങ്ങാ. എന്നിട്ട് അവൻ പറയും കൊള്ളാന്ന്. അപ്പൊ ഇവൻ സമ്മതിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി സഹോദര. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ ചെറുപ്പക്കാര, ദീനുള്ള പെണ്ണിനെ വേണം കെട്ടാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എൻ്റെ പൊന്നു സിറായ ഉസ്താദെ, പെണ്ണും കെട്ടി 3 മക്കളുമായി, ഇപ്പം ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതൊരു ചോദ്യം തന്നെയാ. പെണ്ണ് കെട്ടിയിട്ട് 3-4 മക്കളായി, മക്കളെ കെട്ടിക്കാറായി, ഈ സമയത്ത് വന്നിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിനെന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും നിനക്ക് നന്നാകാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര, റോഡിൻ്റെ സൈഡിൽ നിന്ന് ഫോൺ നമ്പർ തരാനും ചിരിക്കാനും വിളിച്ചാൽ വരാനും 100 എണ്ണത്തിനെ കിട്ടും. പക്ഷേ അള്ളാനെ പേടിയുള്ള ഒരെണ്ണത്തിനെ കിട്ടണമെങ്കിൽ അതിന് യോഗം വേണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ഒരു വാപ്പയ്ക്ക് തൻ്റെ മകനോടുള്ള ഒന്നാമത്തെ കടമ ഒരു നല്ല ഉമ്മയെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അള്ളാനെ പേടിയുള്ള ഒരു ഉമ്മയെ വേണം അവന് കൊടുക്കാൻ. അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അവസാനം ഞാൻ പരിഹാരം പറയാം. 2, ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്ത് രണ്ടാമത്തെ കടമ, മോനെ, ഒരു വാപ്പയ്ക്ക് തൻ്റെ മകനോടുള്ള, തൻ്റെ മകളോടുള്ള രണ്ടാമത്തെ കടമ മക്കൾക്ക് നല്ല പേരിടണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു വാപ്പയുടെ കടമയാ തൻ്റെ മക്കൾക്ക് നല്ല പേരിടാൻ. അപ്പൊ ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ജ്വാല എന്നങ്ങട്ടാ പറഞ്ഞ. കരിവണ്ടെന്ന് പറഞ്ഞാൽ അറിയോ? കരിവണ്ടെന്ന് പറഞ്ഞാൽ അറിയോ? ഈ റബ്ബറും തോട്ടമൊക്കെ ഉള്ള സ്ഥലത്ത് കാണാം. അപ്പൊ ഈ കുട്ടിക്ക് വാപ്പ ഇട്ടിരിക്കുന്ന പേര് കരിവണ്ടെന്നാ. ഇനി നിങ്ങൾ ചിന്തിക്ക്, നിങ്ങളുടെ മക്കൾക്ക് ഇട്ടിരിക്കുന്ന പേരെന്താ? സ്വന്തം മക്കളുടെ പേരിന്റെ അർത്ഥം പോലും അറിയാത്തവരാ നമ്മൾ പലരും. പെണ്ണുമ്പിള്ള ഗർഭിണിയാകുമ്പോൾ തന്നെ പണ്ടൊക്കെ ഉസ്താദന്മാരോട് ചോദിക്കും പേര്. ഇപ്പൊ യൂട്യൂബിൽ കയറി നോക്കും, ഫേസ്ബുക്കിൽ നോക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് നോക്കിക്കേ, എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ, എൻ്റെ മകളുടെ പേര് വെറൈറ്റി പേരാ. അപ്പം ഞാനും ചിന്തിച്ച് ഇതെന്ത് പേരായിരിക്കുമല്ല. അപ്പം ഓം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പേര് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം എനിക്കൊരു ആഗ്രഹം തോന്നി എന്താണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പേര്? ഫാത്തിമ നിഫാസ്. ഞാൻ പറഞ്ഞു, നല്ല പേരാ. ഒരു വാപ്പ തൻ്റെ മകൾക്ക് ഇട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ മുത്തി നബിയുടെ മോളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവ രക്തം. ഞാൻ പറഞ്ഞ ഹൈലൊന്നും കൂടി ഇടാൻ. നിങ്ങൾ ചിരിക്കരുത്, നിങ്ങളാരും ചിരിക്കരുത്. നിങ്ങളുടെ മക്കളുടെ പേരെന്താ? ആലോചിക്കും. സ്വന്തം മക്കളുടെ പേരിൻ്റെ അർത്ഥം അറിയണ എത്ര പേരുണ്ട്? അതൊന്നും ഇല്ലെന്നേ.
എന്തെങ്കിലൊക്കെ അങ്ങ് ഇടുക. അർത്ഥമൊന്നുമില്ല. അർത്ഥം എന്താ? അത് രാജകുമാരൻ, രാജകുമാരി, എവിടെ? ഫേസ്ബുക്കിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാപ്പയുടെ ബാധ്യതയാ മക്കൾക്ക് പേരിടൽ. നിന്റെ ഉത്തരവാദിത്തം, പെണ്ണുമ്പിള്ളയുടെ അല്ല. ഓള് പലതും പറയും. എടാ, നിന്റെ മക്കൾക്ക് പേരിടാനുള്ള അവകാശം നിനക്കാ. പഠിച്ചോ. ഞാൻ പഠിക്കാൻ പറഞ്ഞല്ല, അത് കുറ്റപ്പെടുത്തിയതല്ല. ഞാൻ പറഞ്ഞത് വാപ്പ, ഒരു കുട്ടി തൻ്റെ മക്കൾക്ക് പേരിടേണ്ട ഉത്തരവാദിത്തം നിനക്കുള്ളതാ. ഏത് പേരിടണം മക്കൾക്ക്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? മുഹമ്മദ് എന്നാ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? പള്ളിക്കാട്ടി സലാം പറഞ്ഞ പോലെ പറചങ്ങാതിമാരെ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നാണോ? ആണോ? അല്ല, അല്ല. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ല. ആരെങ്കിലും ഉണ്ടേ കൈ പൊക്കിക്കേ? അബ്ദുല്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്താ? അബ്ദുല്ല. മുത്തുനബി അങ്ങനെ തന്നെ പറയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറയാനാ. ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറയുന്ന മുത്തുനബിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ല. അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? 2 പേര്, 3 പേര്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ പേര് അബ്ദുറഹ്മാൻ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹ് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മുഹമ്മദി എന്ന പേര് നല്ല പേരല്ല എന്നല്ല ഞാൻ പറഞ്ഞു. മുഹമ്മദി എന്ന് പേരിടണം മക്കൾക്ക്. നബി തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും തൻ്റെ മക്കൾക്ക് എൻ്റെ പേരിട്ടാൽ, മുഹമ്മദ് എന്ന് പേര് ചേർത്തിട്ടാൽ, നാളെ സ്വർഗത്തിൽ അവരെൻ്റെ കൂടെയാണെന്ന് നബിയിന റസൂലുള്ളാഹി. മുഹമ്മദ് എന്ന് പേരിട്ട മക്കൾക്ക്, അതാ നബിയോടുള്ള സ്നേഹം. മുഹമ്മദ് എന്ന് പേരിട്ടാൽ തന്നെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. നിങ്ങളൊക്കെ മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. ഉമർ, അബൂബക്കർ, സഅദ്, മിസ്അബ്, ഉമൈർ, ഫാത്തിമ, ആയിഷ, ഖദീജ, നഫീസ, മൈമൂന, മറിയം. അൽഹംദുലില്ലാ, മനോഹരമായ പേര് എല്ലാവരും വിട്ടിട്ടുണ്ട്. ഒരു വാപ്പ തൻ്റെ മകന് പേരിട്ടിരിക്കുകയാ മുഹമ്മദ് ഹസൻ. ഏറ്റവും മനോഹരമായ പേരാ. പക്ഷേ നിങ്ങളിൽ എത്ര പേരാ നിങ്ങളുടെ മക്കളുടെ പേര് വിളിക്കുന്നത്? മക്കളുടെ പേര് വിളിക്കുന്ന എത്ര വാപ്പമാരുണ്ട് നെളിഞ്ഞിരിക്കുന്നല്ലോ. എടാ മുഹമ്മദ് ഹസനെ എന്ന് വാപ്പ തൻ്റെ മകന് പേര് വെച്ചിട്ട് വാപ്പ വിളിക്കുന്നത് മോനെ അക്കുവേ, മോനെ കുക്കുവേ. ചുമ്മാതല്ല പെണ്ണെ അവൻ നിന്നെ പെടലിക്ക് തരുന്നത്. എടാ എവിടെയെങ്കിലും കിടന്ന ഈ അക്കു എന്ന് പറഞ്ഞാൽ ബാലരമയ്ക്കകത്തം കണ്ടുള്ള ഒരു ചെറിയ എന്തിൻ്റെ പേര് അക്കു അല്ലേ? ചുമ്മാതല്ല അവൻ നിന്നെ. അള്ളാഹു കാക്കട്ടെ, ഞാൻ ഇവിടെ ഒന്നും പറയണില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു വാപ്പ, ഒരു ഉമ്മ തൻ്റെ മകന് ദുആ ചെയ്യുന്നതിനേക്കാളും ലോകത്ത് വേറെ ആര് ദുആ ചെയ്താലും കേൾക്കോ? എൻ്റെ വാപ്പ എനിക്കിട്ട പേര് സിറാജുദ്ദീൻ, ദീനിൻ്റെ വിളക്ക്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേട്ടത് ദീനിൻ്റെ വിളക്ക് എന്ന് വിളിക്കണതാണ്. കോടാനുകോടി പേരെന്നെ വിളിച്ചിട്ടുണ്ട് ദീനിൻ്റെ വിളക്കേ, ദീനിൻ്റെ വിളക്കേ എന്ന്. അള്ളാഹ് ഇഷ്ടപ്പെട്ട ഏതോ ഒരു നല്ല മനുഷ്യൻ എന്നെ ദീനിൻ്റെ വിളക്കേ എന്ന് വിളിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വിരിക്കുന്നത്. അല്ലാതെ ഞാൻ ആലിമൊന്നും ആയിട്ടല്ല, ഞാൻ വലിയ മഹാനൊന്നും ആയിട്ടല്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ്റെ വിളി അള്ളാഹ് കേട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് അബൂബക്കർ എന്ന് പേരിട്ടാൽ അബൂബക്കർ എന്ന് തന്നെ വിളിക്കു വാപ്പ. ഉമർ എന്ന് പേരിട്ടാൽ ഉമർ എന്ന് വിളിക്ക്. സഅദ് എന്ന് പേരിട്ടാൽ മോനെ സഅദ് എന്ന് വിളിക്ക്. എൻ്റെ പെണ്ണെ മോളെ ഖദീജ, മോളെ ആയിഷ, മോളെ നഫീസ. നീ ഇട്ട പേരല്ലേ, നീ നിൻ്റെ മകളുടെ പേര് തന്നെ വിളിക്ക്. ആ പേരിലെ വിളി, ആ അർത്ഥം എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹ് കേട്ടാ നിൻ്റെ മക്കൾ നന്നാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മക്കളുടെ പേര് വിളിക്കാൻ നിയ്യത്ത് ചെയ്യ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിളിക്കൂലേ? മോനേന്ന് വിളിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. യാ ബുനയ്യ ഖുർആൻ പറയുന്നുണ്ട്, ഏ പൊന്നുമോനെ. നബി തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ അവിടെ നിന്ന് പറഞ്ഞത് മക്കളുടെ പേര് തന്നെ വിളിക്ക്, നല്ല പേര്. ചിലപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം അള്ളാഹ് നിൻ്റെ വിളി കേൾക്കും. എപ്പോഴാ മലക്ക്? അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബറിനെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ ഒരിക്കൽ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ വീട്ടിൽ രാവിലെ ഇരിക്കുമ്പോൾ ഒരു ഉസ്താദ് വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദെ എൻ്റെ മോന് ഭയങ്കര കുരുത്തക്കേടാ, ദുആ ചെയ്യണേ. നിങ്ങൾ ശ്രദ്ധിക്കണം, വാപ്പമാർ കേൾക്കണം.
എൻ്റെ മോന് ഭയങ്കര കുരുത്തക്കേടാ, പറഞ്ഞാൽ അനുസരിക്കില്ല, ദുആ ചെയ്യണേ. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, കാരണം നിങ്ങൾ അവൻ്റെ വാപ്പയാ. നിങ്ങളുടെ നാവ് കൊണ്ട് അവൻ കുരുത്തക്കെട്ടവനാ, അവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനാ എന്ന് നിങ്ങൾ പറയുമ്പോഴെങ്ങാനും മലക്കുകൾ ആമീന്ന് പറഞ്ഞാൽ അവൻ അങ്ങനായി പോകും. നമ്മളെന്തൊക്കെയാ പറയണേ? സ്വന്തം മക്കളെ എന്തൊക്കെ പറയും? ബുദ്ധിയില്ലാത്തവൻ, കഴുത, മരക്കഴുത. ആരെ വിളിക്കണേ? നൊന്തുപറ്റ മോനെ, നീ ഒരു കാലത്തും നന്നാവില്ലടാ. അല്ലാഹു അലം. സംസാരിക്കുന്ന സംസാരം സൂക്ഷിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താ? മക്കൾക്ക് നല്ല പേരിടുക. ഇട്ടിട്ടുണ്ടോ ഇല്ലേ നീ ആലോചിക്ക്. ഏറ്റവും കുറഞ്ഞത് നിൻ്റെ മക്കളുടെ പേരിൻ്റെ അർത്ഥം എന്താണെങ്കിലും നിങ്ങൾ നോക്ക്. അത് യൂട്യൂബിൽ നോക്കിയിട്ട് കാര്യമില്ല, ഉസ്താദന്മാരോട് തന്നെ ചോദിക്കണം. ഒരു ഉസ്താദിനോട് മാത്രം ചോദിച്ചാൽ പോരാ, വേറെ ആരോടെങ്കിലൊക്കെ ചോദിക്കണം. എന്നിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, അവൻ്റെ മുമ്പ് മുഹമ്മദ് എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ മുഹമ്മദേ എന്ന് തന്നെ വിളിക്കുക, ബാക്കി വിട്ടേരെ, അത് പേപ്പറിൽ കിടക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 ഞാൻ നിർത്തുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, മോനെ, നിന്റെ വാപ്പയ്ക്ക് നിന്നോടുള്ള 3ാമത്തെ കടമ, നിന്നെ അദബ് പഠിപ്പിക്കേണ്ടത് വാപ്പയുടെ ജോലിയാണ്. ഒരു വാപ്പയുടെ ഉത്തരവാദിത്തമാണ് തൻ്റെ മക്കൾക്ക് മര്യാദ, അദബ് പഠിപ്പിക്കുക, നിസ്കരിക്കാൻ പഠിപ്പിക്കുക. ഖുർആനോ പള്ളിയിലെ ഖത്തീബിൻ്റെ പണിയല്ലത്. നീ വിചാരിച്ച് പള്ളിയിലെ ഉസ്താദിനെ ഏൽപ്പിച്ചിരിക്കണത് നിന്റെ മക്കളെ പാപ്പിക്കാനാ? അത് പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ല, എടാ വാപ്പയായ നിന്റെ ജോലിയാ. വാപ്പയുടെയും ഉമ്മയുടെയും ഉത്തരവാദിത്തമാ അല്ലാഹ് ആരാണെന്ന് പഠിപ്പിക്കൽ, മുത്തുനബി ആരാണെന്ന് പഠിപ്പിക്കൽ, ഈമാൻ കാര്യം എന്താണെന്ന് പഠിപ്പിക്കൽ, നിസ്കരിക്കാൻ പഠിപ്പിക്കൽ വാപ്പയുടെ ജോലി. ആ ചെറുക്കൻ ഉമർ തങ്ങളോട് പറയുന്നത്, എൻ്റെ വാപ്പ ഇന്ന് വരെ ഒരു നന്മ എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്ക്, എല്ലാവർക്കും അറിയുമല്ലോ, നിങ്ങളുടെ ജോലിയല്ലേ മക്കളെ നന്നാക്കേണ്ടത്. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ പറകാക്കാമാരെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം താത്താമാരെ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണടാ? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? തല്ലണം. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കളെ തല്ലിയ ഏതെങ്കിലും വാപ്പായോ ഉമ്മായോ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ആഡിറ്റോറിയത്തിന് നല്ല ഉറപ്പല്ലേ? ഈ കൈവെക്കാതിരിക്കണ ആണിൻ്റെയും പെണ്ണിൻ്റെയും മക്കൾ 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണമെന്ന് പഠിച്ച ആളാ നീ ഇന്ന് വരെ തല്ലിയിട്ടുണ്ടോ? സ്കൂളിൽ പോടാന്ന് പറഞ്ഞ് തല്ല, ട്യൂഷന് പോടാന്ന് പറഞ്ഞതല്ല അല്ലേ? ഇന്ന് വരെ ഒന്ന് ആലോചിക്കാമിന, ഇനി എന്നാ നീ നേരെയാവുക? നിനക്ക് തല്ലാൻ അവകാശമുണ്ടോ? എടാ, തല്ലാൻ പറ്റുമോ? ബർക്കത്ത് വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ബർക്കത്ത് വേണോ? ഇനി പറ, വേണോ? ഏതെങ്കിലും ഒരു വാപ്പ തൻ്റെ മക്കൾ നിസ്കരിക്കാത്ത മക്കളെ തല്ലി നമസ്കരിപ്പിക്കാൻ, തൻ്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വാപ്പ തൻ്റെ വീട്ടിൽ ഒരു വടി വെട്ടിവെച്ചാൽ ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട്, മക്കളെ നന്നാക്കാൻ ഒരു വടി വീട്ടിൽ വെച്ചാൽ മതി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ വടിയുണ്ടോ? ഉണ്ടോ മനുഷ്യന്മാരെ? കയ്യൊന്നും പൊക്കണ്ട. ഉണ്ടോ താത്താമാരെ? പക്ഷെ നിന്റെ വാപ്പ വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നൊരു വടി ഇല്ലേ? ഈ പ്രായമുള്ളവർ പറയട്ടെ, നമ്മുടെയൊക്കെ വാപ്പമാര് ശൈത്താൻ കൂടുമ്പോൾ ഉമ്മ പറയും, അലമാരിയുടെ മോളി നോക്കടാ, ഇതോ അങ്ങോട്ട് നോക്കടാ. ഒരു കാപ്പിക്കമ്പ് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. എൻ്റെ ഉമ്മ ഇങ്ങനെ പറയുക, കാപ്പിക്കമ്പ് നോക്കാൻ. ഒരു വടിയായിരുന്നടോ നമ്മളെ നന്നാക്കിയത്. അതുകൊണ്ട് ആ വീട്ടിൽ ബർക്കത്തുണ്ടായിരുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമുക്ക് വടി വെട്ടിവെക്കാൻ പേടിയാ. കാരണം എന്തേ? ആ വടിയെടുത്ത് മക്കൾ നമ്മളെ തല്ലും. അതാ ഇന്നത്തെ കാലം. നമ്മളെ തല്ലും, പേടിയാ നമുക്ക്. മക്കൾ നമ്മളെ തല്ലുന്ന കാലം. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ നല്ല പേരിടുക. 3, അവനെ അദബ് പഠിപ്പിക്കണം, അവനെ മര്യാദ പഠിപ്പിക്കണം. അതിന് നിനക്ക് അധികാരമുണ്ടോ? എടാ, വാപ്പ പള്ളിയിൽ പോയാലല്ലേ മക്കളോട് പള്ളിയിൽ പോകാൻ പറയാൻ പറ്റൂ?
എടാ 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന വാപ്പയോട് ചെറിയ മകൻ വന്നിട്ട് ചോദിക്കും, വാപ്പ ഞാനും വരട്ടെ പള്ളിയിലോട്ട്, എന്നെ കൂടെ കൊണ്ടുപോവോ? ഇനി ഒരു ദിവസം വാപ്പ പള്ളിയിൽ പോയില്ലെങ്കിൽ മോൻ ചോദിക്കും, എന്തേ വാപ്പ പള്ളിയിൽ പോണില്ലേ? ഇന്ന് വാപ്പ ഇങ്ങനെ ചാരുകസേരയിൽ കട്ടൻ പീടിയും വലിച്ചോണ്ടിരിക്കുക, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോടാ പള്ളിയിൽ പോടാ, ഞാനിവിടെ ഇരിക്കുക, നീ പോയിട്ട് വരാ. ഇതാ ഇരിക്കണം നിരന്ന്. മഗ്രിബിൻ്റെ സമയമാകുമ്പോൾ, മോളെ വെള്ളിയാഴ്ച രാവ യാസീൻ ഓത്, സലാത്ത് പറ, നിസ്കരിക്കും മോളെ, ഞാൻ TV യുടെ ഫ്രണ്ടിൽ പെറ്റ് കിടക്കുക സീരിയൽ കണ്ടുകൊണ്ട്. ഇവളാ പറയണ മക്കളോട് നന്നാവാൻ. എന്നാലേക്ക് നീ TV യുടെ എന്നാൽ നീയല്ലേ ആദ്യം നിസ്കരിക്കണ്ടേ? ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, പെണ്ണ് നന്നായാൽ വീട് നന്നാകും, ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായാൽ മതി ഈ ലോകം നന്നാകാൻ. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. എടോ ബാപ്പ എത്ര നല്ല മഹാനാണെങ്കിലും പെണ്ണും പിള്ള ശരിയല്ലെങ്കിൽ പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങളെന്താ എന്നെ നോക്കണം? അള്ളാഹ് കാക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊന്നും പറഞ്ഞതല്ല, ഞാൻ തെളിവ് സഹിത പറഞ്ഞത്. എടാ ഭർത്താവ് എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും കെട്ടിയ പെണ്ണും പിള്ള നേരെയല്ലെങ്കിലും മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. തെളിവ് വേണോ? തെളിവ് വേണോ? മഹാനായ പ്രവാചകൻ, മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് നടത്തിയ നബി, രാവിലെ മുതൽ വൈകുന്നേരം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹയെക്കുറിച്ച് പറഞ്ഞ നബിയ നൂഹ് നബി. 950 വർഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ദഅവത്ത് നടത്തിയ നബിയ നൂഹ് നബി.